ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഡോക്ടർ രജനി ഗോപാൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട പുരുഷന്മാരെ കുറിച്ചാണ്. ലൈംഗികാതിക്രമങ്ങൾ, ഇരയെന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുന്ന ചിന്തകളാണ് വരിക. പക്ഷെ നല്ലൊരു ശതമാനം പുരുഷന്മാരും ലൈംഗിക പീഡനത്തിന് ഇരയാവുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരേ ലിംഗത്തിൽപ്പെട്ടവരോ എതിർ ലിംഗത്തിൽപ്പെട്ടവരോ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാം. കുട്ടികൾക്കും കൗമാരപ്രായത്തിലുള്ളവർക്കും നേരെയാണ് വലിയ തോതിൽ ലൈംഗിക പീഡനം നടക്കുന്നത്. പക്ഷെ പലരും ഇതിനെക്കുറിച്ച് പറയുവാൻ വിമുഖത കാണിക്കാറുണ്ട്. പല കാരണങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ ചികിത്സ തേടിയെത്തുന്ന പലരും ആദ്യമേ തങ്ങൾ ലൈംഗികാതിക്രമണത്തിന് ഇരയായതാണെന്ന് പറയാറില്ല. ഇനി അഥവാ അത് അങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയാൽ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളോ ഭാര്യയോ ആരും ഇത് അറിയരുതെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. പുരുഷന്മാർ ഇക്കാര്യത്തിൽ വിമുഖത കാണിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. സമൂഹം അവരോട് എങ്ങനെ പെരുമാറും എന്നുള്ളത് തന്നെയാണ് പ്രധാന വിഷയം. വികസിക്കപ്പെടുകയോ മറ്റുള്ളവർ തങ്ങളുടെ പൗരുഷത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുമെന്നുള്ള ഭയമാണ് ഇവരെ അലട്ടുക. ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഒരുപാട് മാനസിക വിക്ഷോഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ദുഃഖം, നിരാശ, വെറുപ്പ്, ദേഷ്യം തുടങ്ങിയ പല മനോവികാരങ്ങളിലൂടെ അവർ കടന്നു പോകും. ചിലപ്പോൾ ആത്മഹത്യ പ്രവണത കാണിക്കാറുണ്ട്. മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാവുകയോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ദുർബലനും പൗരുഷം കുറവുള്ളത് കൊണ്ടുമാണ് തങ്ങൾ പീഡനത്തിനിരയായതെന്ന് അവർ വിശ്വസിച്ചു തുടങ്ങും. ലൈംഗിക പീഡനത്തിനെതിരെയുള്ള നിയമപരിരക്ഷയിലും പുരുഷന്മാർക്ക് ധാരാളം പരിമിതിയുണ്ട്. ഇപ്പോഴും പുരുഷൻ ലൈംഗിക പീഡനത്തിനിരയാവുമെന്നുള്ള വസ്തുത അംഗീകരിക്കാത്ത പല രാജ്യങ്ങളും നിലവിലുണ്ട്. പല ആൺകുട്ടികളും പെൺകുട്ടികളെ പോലെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസവും പ്രതിരോധ മാർഗങ്ങളും ആൺകുട്ടികൾക്കും നൽകേണ്ടതാണ്. പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനായിട്ട് യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പീഡിപ്പിച്ച ആളുടെ കുറ്റമാണ്, ഇരയുടെ തെറ്റല്ല. ഇരയാവുന്നതും ഒരു തെറ്റല്ല. നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ വിഷമതകൾ ഇപ്പോഴും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് ചികിത്സ നേടേണ്ടതാണ്. അല്ല, ഇരയാക്കപ്പെടുന്നത്, ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഇരയാക്കപ്പെടുന്നത് നിങ്ങളുടെ തെറ്റല്ല, അത് പീഡിപ്പിക്കുന്നവൻ്റെ തെറ്റ് തന്നെയാണ്. ഇരയാവുന്നത് ഒരു തെറ്റായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ കുറ്റവുമല്ല.